ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. കുറേ നാളുകൾക്ക് മുൻപ് ഒരു ദിവസം വൈകിട്ട് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ 4 യുവാക്കൾ എത്തി. മംഗലാപുരത്തേക്ക് പോകുന്ന തീവണ്ടിയുടെ സമയം അന്വേഷിച്ചു. 11 മണി എന്ന് മറുപടി കിട്ടിയപ്പോൾ അവർ തിരികെ പോയി. രാത്രി 10 മണിക്ക് വീണ്ടും അവർ സ്റ്റേഷനിൽ എത്തി. ആൾക്കൂട്ടത്തിനിടയിൽ പാട്ടും ഡാൻസുമൊക്കെയായി ചില്ലറ കലാപരിപാടികൾ തുടങ്ങിയപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ അവർക്കൊരു താക്കീത് കൊടുത്തു. മദ്യപാനത്തിൻ്റെ പുറത്തുള്ള വിക്രിയയായതുകൊണ്ട് ശകാരം കേട്ടപ്പോൾ ഒന്ന് ഒതുങ്ങി. സാർ, ഞങ്ങളെ വണ്ടി വരുമ്പോൾ ഒന്ന് വിളിക്കണം എന്നവർ പറഞ്ഞിട്ട് അടുത്ത ബെഞ്ചിൽ കിടപ്പുമായി. കുറേ കഴിഞ്ഞ് മംഗലാപുരത്തിനുള്ള തീവണ്ടി എത്തി. സമയമായപ്പോൾ വണ്ടി പുറപ്പെടാൻ ബെല്ലടിച്ചു. അപ്പോഴാണ് മാസ്റ്റർ ഈ ചെറുപ്പക്കാരുടെ കാര്യം ഓർത്തത്. അവരെ വിളിച്ച് വണ്ടി പുറപ്പെടുന്നു എന്ന് പറഞ്ഞു. ചാടി എഴുന്നേറ്റ് ഓടിപ്പാഞ്ഞ് 3 പേർ വണ്ടിയിൽ കയറിക്കൂടി. ഒരാൾക്ക് കയറാൻ കഴിഞ്ഞില്ല. ആ ചെറുപ്പക്കാരൻ നിന്ന് കരയാൻ തുടങ്ങി. സാരമില്ല, അടുത്ത തീവണ്ടിയിൽ പോകാം, മാസ്റ്റർ ആശ്വസിപ്പിച്ചു. അതല്ല സാർ, യുവാവ് പറഞ്ഞു, സർവത്ര അബദ്ധമായി. എനിക്ക് നാളെ രാവിലെ മംഗലാപുരത്ത് ഒരു പരീക്ഷ എഴുതേണ്ടതാണ്. ആ തീവണ്ടിയിൽ കയറിയ 3 പേർ എന്നെ യാത്രയാക്കാൻ വന്നവരാണ്. ഉറക്കത്തിൽ ചാടിക്കയറിപ്പോയതാണ്. അവരുടെ കയ്യിൽ പണവും ടിക്കറ്റുമില്ല. ആ ചെറുപ്പക്കാരുടെ കാര്യം പരിതാപകരം തന്നെ. പ്രിയമുള്ളവരെ, ഇന്ന് പല യുവാക്കളും ജീവിതയാത്രയിലും ഇങ്ങനെ തന്നെയാണ്. എന്തിനാണ്, എവിടേക്കാണ് എന്ന് കാര്യമായി ചിന്തിക്കാതെ അശ്രദ്ധരായി ജീവിക്കുകയാണ്. ഇവൻ എവിടെ എത്തിച്ചേരും എന്ന് നമുക്ക് അത്ഭുതം തോന്നും. ലക്ഷ്യബോധമില്ലാത്ത യാത്രക്കാരാണ് നാം കാണുന്നവരിൽ പലരും. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇന്ന് മദ്യവും മയക്കുമരുന്നും കുത്തൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ലോകത്തിന് അനുരൂപമാകാതെ ജീവിക്കണമെന്നാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ ധാരണ അങ്ങനെയല്ല. നാടോടുമ്പോൾ നടുവേ ഓടണം, ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുത്തണ്ടം തിന്നണം എന്നൊക്കെ നാം സാധാരണ പറയുന്നതാണ്. എന്നാൽ ഒഴുക്കിനെതിരായി നീന്തുന്നതാണ് ക്രിസ്തീയ ജീവിതം. താഴേക്കൊഴുകുന്ന വെള്ളത്തിൽ യാത്ര ചെയ്യാൻ മത്സ്യത്തിന് പ്രയാസമില്ല. പക്ഷേ ഒഴുക്കിനെതിരെ നീന്താൻ കൂടുതൽ ശക്തി ആവശ്യമാണ്. മദ്യപാനികളുടെയോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെയോ കൂട്ടത്തിൽ അകപ്പെട്ടു പോകുന്ന ഒരു യുവാവിന് നോ എന്ന് പറയുവാൻ കഴിയുന്നില്ല. അതുപോലെ ടെൻസിങ്ങും ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കയറുമ്പോൾ ഭാരമുള്ള സാധനങ്ങൾ ഓരോന്നായി താഴേക്കിടുമായിരുന്നു. ഈ ലോകത്തിൻ്റെ ഭാരം വഹിക്കുന്നവർ ഉയരത്തിലേക്ക് പോകാൻ പ്രയാസമാണ്. ലെസ് ലഗേജ് മോർ കംഫർട്ട്, മേക്ക് ട്രാവൽ എ പ്ലഷർ എന്ന് തീവണ്ടിയിൽ എഴുതി വച്ചിരിക്കുന്നത് നാം വായിച്ചിട്ടുണ്ടാകും. കുറച്ച് സാധനങ്ങൾ, കൂടുതൽ സൗകര്യങ്ങൾ, അങ്ങനെ നമ്മുടെ യാത്ര സന്തോഷമാക്കാം. വാർദ്ധക്യത്തിലെത്തിയാലും ഭാരങ്ങൾ താഴെ ഇറക്കാൻ കഴിയാതെ വ്യസനിക്കുന്നവരാണ് പല മാതാപിതാക്കളും. ഉള്ളതുകൊണ്ട് സംതൃപ്തരായി കഴിയണം. ലക്ഷ്യത്തിലെത്തുവാൻ അനവധി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന വേദഭാഗങ്ങൾ വായിച്ച് നാം പഠിക്കണം. ബാല്യപ്രായം മുതലേ ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടം കുട്ടികളെ പരിശീലിപ്പിക്കണം. പുതിയ നൂറ്റാണ്ടിലും പുതിയ സഹസ്രാബ്ദത്തിലും ജീവിക്കുന്നവർക്ക് പുതിയ ദർശനവും പുതിയ ആദർശങ്ങളും ഉണ്ടാകണം. ആകയാൽ പ്രിയമുള്ളവരെ, ക്രിസ്തീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ വക്താക്കളായി ജീവിപ്പാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചന കേൾവി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ കേട്ട വചനത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചതുപോലെ കർത്താവെ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു മോഹത്തിലും ഞങ്ങൾ അകപ്പെട്ടു പോകുവാൻ അവിടുന്ന് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സംസ്ഥാനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വളരെയേറെ അക്രമാസക്തരായിട്ടുള്ള യുവതലമുറയാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും തിരിച്ചറിയാത്തതായിട്ടുള്ള ഒരു യുവതലമുറ ഞങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കുമ്പോൾ എല്ലാവരും കർത്താവിനെ യഥാർത്ഥമായി അറിയുവാൻ, കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിയുവാൻ അവിടുന്ന് സഹായിക്കണമേ. എല്ലാവിധമായ പൈശാചിക പോരാട്ടങ്ങളിൽ ഞങ്ങളുടെ നാടിനെ അവിടുന്ന് രക്ഷിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.